നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാറ്റാ സമരം വിജയിച്ചു, മോദി ദുർബലനാകുന്നു, അല്ലെങ്കിൽ മോദി കീഴടങ്ങി തുടങ്ങിയ അഭിപ്രായ പ്രകടനങ്ങൾ സംസ്ഥാനത്തും ദേശീയ തലത്തിലും പല ദേശീയവാദികളും ഉന്നയിച്ച് ഞാൻ കണ്ടു. അത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ച് കണ്ടു. അതിനോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ്, ഒരു അഭിലാഷമാണ്. മോദിക്ക് പകരം യോഗിയായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കീഴടങ്ങൽ ഉണ്ടാകില്ലായിരുന്നു. യോഗി കർശനമായി തന്നെ ഇതിനെ അടിച്ചമർത്തിയേനെ. ടിയാൻമെൻ സ്ക്വയർ പോലുള്ള ഒരു സംഭവം ഇവിടെ നടന്നേനെ. ടിയാൻമെൻ സ്ക്വയറിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതുപോലുള്ളൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനാണ് മോദി ഇത് ചെയ്തതെന്നുള്ള വാദം ആരെങ്കിലും ഉന്നയിച്ചാൽ, ടിയാൻമെൻ സ്ക്വയർ ചൈനയിൽ ഒരു തവണയെ നടപ്പാക്കിയിട്ടുള്ളൂ. അതിനുശേഷം ഒരുത്തനും തെരുവിലിറങ്ങിയിട്ടില്ല. അതൊരു ഏകാധിപത്യ പ്രവണതയിലേക്കുള്ള പോക്കാണ് എന്നുള്ളത് എഴുതുന്നവർക്കും പറയുന്നവർക്കും ഈ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവർക്കും അറിയാം. അത്തരത്തിലുള്ളൊരു ഏകാധിപത്യ പ്രവണത നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആശാസ്യകരമായിട്ടുള്ള ഒന്നല്ല. അത് ഈ ദേശീയതയിൽ ഊന്നിയ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അത്തരത്തിലൊരു ഏകാധിപത്യ പ്രവണത ആശാസ്യകരമായൊരു സംഗതിയല്ല. രാജ്യവിരുദ്ധ ശക്തികളെ അടിച്ചമർത്തുക തന്നെ വേണം. അത് നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ കർശനമായ നടപടികൾ യോഗി ആദിത്യനാഥായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ അദ്ദേഹം കൈക്കൊള്ളുമായിരുന്നു. ഒരുപക്ഷെ കൈക്കൊള്ളുമായിരുന്നു. യോഗി ആദിത്യനാഥിൻ്റെയും നരേന്ദ്രമോദിയുടെയും പ്രവർത്തന ശൈലികൾ വ്യത്യസ്തമാണ്. പക്ഷേ പ്രധാനമന്ത്രി എന്ന പദവിയിലിരിക്കുമ്പോൾ, മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന അത്രയും സരളതയോടെ സുഗമമായി കർശനമായ നടപടികൾ കൈക്കൊള്ളുവാൻ യോഗി ആദിത്യനാഥിനും കഴിയില്ല. രാജ്യസുരക്ഷ എന്നുള്ളത് ഒരു സംസ്ഥാനത്തിൻ്റെ സുരക്ഷയേക്കാൾ 10 മടങ്ങ് വലുതാണ്. തന്നെയുമല്ല, ഒരു സംസ്ഥാനത്തെ ഭരണം നടപ്പാക്കുമ്പോൾ, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വേദികളിൽ പലപ്പോഴും ഉത്തരം പറയേണ്ട ഒരു ബാധ്യത മുഖ്യമന്ത്രിക്കില്ല. പക്ഷെ പ്രധാനമന്ത്രിക്ക് അതുണ്ട്. പ്രധാനമന്ത്രിയിൽ അത് നിക്ഷിപ്തമാണ്. ഇനി അതെല്ലാം ഒരു നിമിഷത്തേക്ക് മാറ്റിവെക്കൂ. നരേന്ദ്രമോദി തന്നെയാണ് അടുത്ത 5 വർഷത്തേക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വരുന്നത് എന്ന് കരുതുക. ഇപ്പോഴുള്ള വിഷമവും അമർഷവും നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സംഭവിക്കാൻ പോകുന്നത് വളരെ ലളിതമായി ഞാൻ പറഞ്ഞു തരാം. 12 വർഷങ്ങൾ കൊണ്ട് എന്തെങ്കിലും ചെറിയ നേട്ടങ്ങൾ ഹിന്ദു സമുദായത്തിന്, നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന്, സനാതനധർമ്മത്തിന് ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാം പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള വളരെ ദുഷിച്ച ഒരു ഫലം നാമായിട്ട് തന്നെ സൃഷ്ടിച്ചെടുക്കും. എന്താണ് ആ ദുഷിച്ച ഫലം? അല്ലെങ്കിൽ എന്താണ് ഈ 12 വർഷങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്ത വലിയ നേട്ടങ്ങൾ? വലിയ നേട്ടങ്ങളായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. ഒരു 2 കാര്യങ്ങൾ ഞാൻ ഉദാഹരണമായി പറഞ്ഞു തരാം. ഇന്നത്തെ രീതിയിൽ 25 വയസ്സുള്ള ഒരാൾക്ക് പോലും ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവില്ല. ഒരു 40 വയസ്സുള്ള ആളാണ് നിങ്ങളെങ്കിൽ സ്വയം ചിന്തിക്കുക. അല്ല, നിങ്ങൾക്ക് ഒരു 25-30 വയസ്സേ പ്രായമുള്ളൂ എങ്കിൽ ഒരു 40-ന് മുകളിലുള്ള ഏതെങ്കിലും ഭാരതീയനോട്, ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഭാരതത്തിൽ ചിലവഴിച്ചിട്ടുള്ള ഒരാളോട് ചോദിക്കുക. 2-3 കാര്യങ്ങൾ ചോദിക്കുക. 1990 നടന്ന കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തെ സംബന്ധിച്ചുള്ള വാർത്ത 1990 അതിൻ്റെ ഗൗരവത്തോടുകൂടി എത്ര ഭയാനകമായിരുന്നു അവിടുത്തെ സാഹചര്യമെന്നുള്ള ഒരു വ്യക്തമായ ചിത്രം 1990 തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നായിരിക്കും ഉത്തരം. തീർച്ചയാണ്. അല്ല എന്ന് പറയുക, അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് പറയുന്നത് കള്ളമാണ്. ബാബറി മസ്ജിദ് എന്ന ആ തർക്കമന്ദിരം അവിടെ നിന്ന് മാറ്റപ്പെട്ട് എന്നെങ്കിലും രാമമന്ദിരം രാമജന്മഭൂമിയിൽ ഉയരുമെന്ന് സ്വപ്നത്തിലെങ്കിലും നിങ്ങൾ വിചാരിച്ചിരുന്നു? ഇല്ല എന്നായിരിക്കും ഉത്തരം. ഉണ്ട്, ഞാൻ വിചാരിച്ചിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ട്. കർഷകരെല്ലാം ആ ഒരു ദിനത്തിന് വേണ്ടിയിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതകാലത്ത് തന്നെ അത് സഫലമാകുമെന്ന് സത്യസന്ധമായി നിങ്ങൾ വിശ്വസിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ RSSകാർ അങ്ങനെ വിശ്വസിക്കണമെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആർട്ടിക്കിൾ 370 കശ്മീരിൽ നിന്ന് എടുത്തു മാറ്റി കശ്മീരി പണ്ഡിറ്റുകൾക്ക് 1990 പലായനത്തിൻ്റെ ഭീതിയും ദുരന്തത്തിൻ്റെ മുറിവും അല്ലെങ്കിൽ ഒരു ആഘാതവും എല്ലാം മറന്ന് കശ്മീരിലേക്ക് തിരിച്ചെത്തുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെടുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ? എന്നെങ്കിലും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, രാമമന്ദിരം കോടതിയല്ലേ വിധിച്ചത്? കോടതി വിധിച്ചത് എന്തുകൊണ്ടാണെന്ന് രാഷ്ട്രീയമറിയാവുന്ന ആർക്കും അറിയാം. ശക്തമായൊരു സർക്കാർ സംവിധാനം ഉണ്ടായിരുന്നതുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു വിധി വന്നു കഴിഞ്ഞാൽ, ന്യായമായൊരു വിധി വന്നു കഴിഞ്ഞാൽ
കലാപങ്ങളൊന്നും രാജ്യത്തുണ്ടാകില്ല എന്നുള്ള ഉറപ്പും കൊണ്ടാണ്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ യോഗിയുടെ സർക്കാർ, യോഗി വളരെയധികം മേന്മയുള്ള നരേന്ദ്രമോദിയേക്കാൾ ശക്തനായിട്ടുള്ള ഭരണാധികാരിയാണ് എന്ന് കരുതുന്നവരോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഡോക്ടർ മോഹൻജി ഭാഗവത് RSSൻ്റെ ഏറ്റവും മികച്ച സർസംഘചാലകമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ടെന്ന് വയ്ക്കുക. പക്ഷേ ഹെഡ്ഗേവർജി ഇല്ലായിരുന്നെങ്കിൽ മോഹൻജി ഭാഗവത് ഇല്ല. ഗുരുജി ഗോൾവാർക്കർ ഹെഡ്ഗേവർജി ഇല്ലായിരുന്നെങ്കിൽ ഇല്ല. ഗുരുജി ഗോൾവാർക്കർ ഇല്ലെങ്കിൽ മോഹൻജി ഭാഗവത് ഇല്ല. മോഹൻജി ഭാഗവത്തിൻ്റെ മുൻഗാമികളില്ലെങ്കിൽ ഇദ്ദേഹമില്ല. അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി BJPയുടെ പ്രധാനമന്ത്രിയായി ഭാരതത്തിൽ അധികാരമേറ്റില്ലായിരുന്നെങ്കിൽ, 2014 അധികാരമേറ്റില്ലായിരുന്നെങ്കിൽ 2017 ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ വരുമായിരുന്നില്ല. എഴുതി വെച്ചോളൂ, ഒരു സംശയവും വേണ്ടതിന്. 2014 UPAയുടെ സർക്കാരായിരുന്നു കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നതെങ്കിൽ അങ്ങനൊരു സാഹചര്യം സങ്കല്പിച്ച് നോക്കുവാൻ പോലും ഇപ്പോൾ പലർക്കും മടിയായിരിക്കും. സങ്കല്പിച്ച് നോക്കിയേ മതിയാകുകയുള്ളൂ. അത്തരത്തിലൊരു അധികാര കൈമാറ്റം ജനം നടത്തിയില്ലായിരുന്നെങ്കിൽ, ഭാരതത്തിലെ ജനത ഒറ്റക്കെട്ടായി നടത്തിയില്ലായിരുന്നെങ്കിൽ ഉത്തർപ്രദേശിൽ 2017 യോഗി ആദിത്യനാഥിൻ്റെ മന്ത്രിസഭ അധികാരത്തിലേറില്ലായിരുന്നു. യോഗി മുഖ്യമന്ത്രിയാകുമായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണ മികവ് കൊണ്ട് 2ാം തവണയും അദ്ദേഹം തിരികെ എത്തി ഭരണത്തിൽ, അത് സത്യമാണ്. പക്ഷേ ആദ്യത്തെ തവണ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഉത്തർപ്രദേശിലെ ജനം വിശ്വാസപൂർവ്വം RSSനെ വിശ്വസിച്ച്, BJPയെ വിശ്വസിച്ച്, RSSനെ അവർക്ക് പണ്ടേ വിശ്വാസമാണ്, BJP എന്ന രാഷ്ട്രീയ കക്ഷിയെ കൂടുതൽ വിശ്വാസത്തിലെടുത്ത് പൂർണ്ണ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിച്ചത് ഉത്തർപ്രദേശിലെ ജനത. ആ അധികാര കൈമാറ്റം അവിടെ, അല്ലെങ്കിൽ അധികാരം മാറ്റം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ രാമമന്ദിരം ഇന്ന് അയോധ്യയിൽ ഉണ്ടാകുമായിരുന്നില്ല. രാമമന്ദിരത്തെ സംബന്ധിച്ച് പലരും പല ആക്ഷേപങ്ങളും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റേതൊക്കെ നിയമ നടപടികൾ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള പ്രക്ഷോഭങ്ങളുമായി ഇനി പപ്പും കൂട്ടരും ഇറങ്ങുമായിരിക്കും. അവിടെയും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. തിരികെ യോഗിയിലേക്കും മോദിയിലേക്കും എത്തിയാൽ, ഞാൻ പറഞ്ഞല്ലോ 12 വർഷങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിലാണ് നേട്ടങ്ങളിൽ ചിലത്. ഇവ എങ്ങനെ നേട്ടങ്ങളാകുന്നു? കാര്യം വർഷങ്ങളോളം, ഏതാണ്ടൊരു 500 വർഷങ്ങളോളം ഭാരതത്തിൻ്റെ സംസ്കൃതിയെ അധിനിവേശ ശക്തികൾ അടിച്ചമർത്തി തവിട് പൊടിയാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചരിത്രം പോലും മറച്ചു വെച്ച്, മാറ്റിമറിച്ച് ജനങ്ങളുടെ മനസ്സിനെ ഒരു തരത്തിൽ പുകമറയ്ക്കുള്ളിൽ ആക്കി ഓരോ യുവതയുടെയും, ഓരോ യുവതലമുറയുടെയും മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് അവരെ കഴിവുകെട്ടവരാണ് നിങ്ങളുടെ പൂർവികർ, പരാജയപ്പെട്ടൊരു രാഷ്ട്രമാണ് ഭാരതം എന്നൊരു ബോധ്യത്തിൽ വളർത്തിക്കൊണ്ട് വരികയായിരുന്നു കോൺഗ്രസ് സർക്കാരാണെങ്കിലും മാറി വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പിന്തുണയോടുകൂടി വന്നിട്ടുള്ള മറ്റ് സർക്കാരുകളാണെങ്കിലും കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും. അതിൽ നിന്ന് സമൂലമായിട്ടുള്ളൊരു മാറ്റം, 500 വർഷങ്ങൾ കൊണ്ട് ചെയ്ത ദ്രോഹം, അതിൽ തന്നെ അവസാനത്തെ 68-70 വർഷങ്ങൾ കോൺഗ്രസ് ഭാരതത്തോട് ചെയ്ത ദ്രോഹം, അതിൻ്റെ എല്ലാം പരിഹാരം 12 വർഷങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി എന്നുള്ള ഒറ്റ വ്യക്തി കണ്ടെത്തണമെന്നാണ് നിങ്ങൾ വാശി പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഒരു മണ്ടനാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ദുർവാശിക്കാരനാണ് എന്ന് പറയേണ്ടി വരും. ദുർവാശി എന്നുള്ളത് ഒന്നിനും പരിഹാരമല്ല. ഹോസ്ല ഇന്ധൻ ബദല, അതിന് വേണ്ടത് ക്ഷമയും കാത്തിരിപ്പും കൃത്യസമയത്ത് അടിക്കുവാനുള്ള കഴിവുമാണ്. അതിനാദ്യം ക്ഷമ പരിശീലിക്കുക. ക്ഷമ പരിശീലിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടി പരിശീലിപ്പിക്കുക, സ്വയം പരിശീലിപ്പിക്കുക. കൃത്യമായിട്ട് ദേശീയതയോട് അടുത്ത് നിൽക്കുന്ന, ദേശീയത ഒരു മനോഭാവമാക്കിയ, ആശയമാക്കിയ സർക്കാരുകൾ മാത്രം അധികാരത്തിൽ വരാൻ, സംസ്ഥാനത്താകട്ടെ, ജില്ലാ ഭരണതലത്തിലാകട്ടെ, ദേശീയ തലത്തിലാകട്ടെ, അധികാരത്തിൽ വരുവാൻ വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇത്തരത്തിൽ ഞാൻ ചെയ്യുന്നത് പോലെ വീഡിയോകളും മാത്രം ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റുകൾ എഴുതുകയോ ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്യുകയോ വീഡിയോകൾ ചെയ്യുകയോ ചെയ്തതുകൊണ്ട് മാത്രം ആകുന്നില്ല, ഒന്നും ആകുന്നില്ല. തത്വമയിക്കും അത് വ്യക്തമായിട്ടറിയാം. കാരണം തത്വമയുടെ ചരിത്രം അറിയാവുന്ന പ്രേക്ഷകർക്കറിയാം, അയ്യപ്പന് വേണ്ടി തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് തത്വമയി TV. തത്വമയി TVയും തത്വമയി ന്യൂസും. അയ്യപ്പന് വേണ്ടി തുടങ്ങിയത് തത്വമയി ന്യൂസ് ഒരിക്കലും സ്റ്റുഡിയോയിലിരുന്ന് വീഡിയോ ചെയ്തല്ല അയ്യപ്പന് വേണ്ടി പ്രവർത്തിച്ചത്. അവിടെ നടത്താൻ ശ്രമിക്കുന്ന ആചാരലംഘനത്തെക്കുറിച്ച് കൃത്യമായിട്ട് വാർത്തകൾ ചെയ്ത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ച്
പല വിവരങ്ങളും ആദ്യമായി ഏറ്റവും അവസാനം ആചാരലംഘനം, സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള ആചാരലംഘനങ്ങളെല്ലാം കഴിഞ്ഞ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വാർത്തകൾ ആദ്യമായി പ്രേക്ഷകരുടെ മുമ്പിലെത്തിച്ച്, അതും തിരുവോണ നാളായിട്ട് പോലും തിരുവോണത്തിന് വീട്ടിൽ പോകാത്ത തത്വമയിയുടെ റിപ്പോർട്ടർമാരും ക്യാമറാമാൻമാരും സീനിയർ എഡിറ്റർമാരും ഒക്കെ ഉറക്കം ഒഴിച്ച് ശബരിമലയിൽ കാത്തിരുന്ന വിവരം എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. കാരണം വാർത്തകൾ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു, വിശകലനങ്ങളായിട്ടല്ല, ബ്രേക്കിംഗ് ആയിട്ട്. ഞാൻ പലപ്പോഴും ചെയ്യുന്നത് വിശകലനം മാത്രമാണ്. ബ്രേക്കിംഗ് ന്യൂസ് ചെയ്യുന്നത് മറ്റു പലരുമുണ്ട്. അത് സനോജി ആവട്ടെ, RP ആകട്ടെ, നമ്മുടെ ക്യാമറാമാൻമാർ, പലരുടെയും പേര് പോലും നിങ്ങൾ ഒരിക്കലും അറിയുവാൻ പോകുന്നില്ല. അവർക്കതിലൊരു പരാതിയുമില്ല. അത്തരത്തിൽ കളത്തിലിറങ്ങി പ്രവർത്തിക്കണം. ഞാൻ തത്വമയുടെ മഹത്വമായിട്ട് പറയുകയല്ല, അത് ഞങ്ങളുടെ ധർമ്മമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് ഈ ദുരന്തർ സിനിമയിലേക്ക് തന്നെ ഞാൻ വീണ്ടും വരികയാണ്. അതിനൊരിക്കലും ഞങ്ങൾക്കൊരു സഭാഷ് എന്നുള്ള അഭിനന്ദനമോ അല്ലെങ്കിൽ ഒരു കീർത്തിപത്രമോ മെഡലോ ഒന്നും ലഭിക്കില്ല എന്നറിയാം. കാരണം അതൊരു പുരുഷാർത്ഥമാണ്, അതൊരു കർമ്മമാണ്. ആ കർമ്മം ചെയ്യുവാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ വിമർശിക്കുവാനോ യോഗിയെ പുകഴ്ത്തുവാനോ യാതൊരു അർഹതയുമില്ല. കാരണം അവർ രണ്ടുപേരും കർമ്മയോഗികളാണ്. നരേന്ദ്രമോദി ഒരു തുടക്കമാണെങ്കിൽ യോഗി മുന്നോട്ടുള്ള പുരോഗമനമാണ്. അതിനും അപ്പുറത്തേക്ക് ശക്തരായിട്ടുള്ള നേതാക്കൾ വരണമെങ്കിൽ ആത്യന്തികമായി ജനാധിപത്യത്തിൽ ആ തീരുമാനം എൻ്റെയും നിങ്ങളുടെയും കൈകളിലാണ്. ആ കൈകൾ, എൻ്റെയും നിങ്ങളുടെയും കൈകൾ ചാരുകസേരയിൽ നമ്മൾ മലർന്നു കിടക്കുന്നത് കൊണ്ട് ദുർബലമായി പോയാൽ അത്തരത്തിലുള്ള കർമ്മയോഗികൾ ഭരണത്തിലേക്ക് വരുവാൻ പിന്നെയും കാലതാമസമെടുക്കും. അല്ലെങ്കിൽ കർമ്മയോഗികൾ മാറി ദുഷ്ടന്മാർ, നീചന്മാർ ആ പദത്തിലേക്ക് വരും. പിന്നെയും കാലചക്രം തിരിഞ്ഞു വരും. സനാതനധർമ്മം സനാതനമായതുകൊണ്ട് തന്നെ, ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ അടിസ്ഥാനം വളരെ ശക്തമായതുകൊണ്ട് തന്നെ കാലചക്രം തിരിയുമ്പോൾ ശക്തരായിട്ടുള്ള കർമ്മയോഗികൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉയർന്നു വരിക തന്നെ ചെയ്യും. പക്ഷേ അത് ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ജീവിതകാലത്ത് നടക്കണമെന്നില്ല. അങ്ങനെയുള്ളൊരു അസംഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനിഷ്ടം നമ്മുടെ തലമുറയ്ക്ക്, വരും തലമുറയ്ക്ക് നേരിടേണ്ടി വരാതിരിക്കുവാൻ കൃത്യമായിട്ടുള്ള ഒരു ധാരണ മനസ്സിൽ വെച്ച് പുലർത്തുക. നരേന്ദ്രമോദിയും യോഗിയും ഒന്നും ഇവിടെ വിഷയമല്ല. ദേശീയത, ദേശം, ഇത് മാത്രമാണ് വിഷയം. അതിൽ വിമർശനങ്ങൾ നല്ലതാണ്. പക്ഷേ വിമർശനങ്ങൾ ഒരു വിഷം വമിക്കുന്ന വിമർശനങ്ങളാവാതിരിക്കാൻ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇതും ഒരു അപേക്ഷയാണ്. ഇന്നത്തെ വീഡിയോയെല്ലാം ഒരുപക്ഷെ നിരാശാബാധിതരായിട്ടുള്ള ദേശീയതയുടെ വ്യക്താക്കളോടായിരിക്കാം സംസാരിക്കുന്നത്, അറിയില്ല. നിങ്ങളതിൻ്റെ സമാധാനം കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക ഇത് സംബന്ധിച്ച്. കാരണം ഈ വിഷയത്തിൽ സംവാദങ്ങൾ തുടരട്ടെ. വിഷമമിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഒഴിവാക്കുവാനേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. സംവാദങ്ങൾ തീർച്ചയായും തുടരണം. എല്ലാ വിഷയത്തിലും സംവാദങ്ങൾ വേണം. അതും ഒരു തരത്തിൽ കളത്തിലുള്ള പ്രവർത്തനം തന്നെയാണ്. കാരണം അഭിപ്രായങ്ങൾ BJPയെ പോലുള്ള ഒരു ദേശീയതയോട് അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ എപ്പോഴും അവർ മുഖവിലേക്ക് ഒന്നുമില്ലെങ്കിൽ പരിശോധിക്കുകയെങ്കിലും ചെയ്യും, അവരിലേക്ക് എത്തും. കാലാകാലത്ത് എപ്പോഴെങ്കിലും അതിനൊരു തീരുമാനമുണ്ടാകും. കോൺഗ്രസ് പോലെ അടച്ചുമൂടിയ ഏകാധിപത്യമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പോലെ ഒരു കേഡർ സംവിധാനത്തിൽ ഒരു കാരണഭൂതൻ മൊത്തമായി സ്റ്റാലിനായി ഭരിക്കുന്ന ഒരു സംവിധാനമോ അല്ല BJP. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അവിടെ എന്നും പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായും പ്രകടിപ്പിക്കുക. പക്ഷേ അത് ശത്രുക്കൾക്ക് ആയുധമായി ഭവിക്കരുത് എന്ന് അത്രമാത്രമേ അപേക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളുമായി പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ YouTube ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.